ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് LG ഫ്ലാട്രോണിൻ്റെ ഒരു മോണിറ്റർ എങ്ങനെ അത് അടിക്കാം, അതിൻ്റെ റിപ്പയറിംഗ് ആണ് നോക്കുന്നത്. ഇതെൻ്റെ കയ്യിൽ കിട്ടിയത് ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്ത രീതിയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇത് കാണുന്നുണ്ടല്ലോ. ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്പ്ലേ കൈ കിട്ടിയാൽ അതെങ്ങനെ അഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. പല വീഡിയോയിലും ഇങ്ങനെ ഹെഡിങ് കാണിക്കുമെങ്കിലും അഴിക്കുന്ന രീതി കാണിക്കുന്നുണ്ടാവില്ല. അഴിച്ചതിന് ശേഷം റിപ്പയറിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അഴിക്കുവാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ പോലെ മണിയുള്ള ഒരു സാധനം എടുത്ത് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇറക്കുക. ഇത്തരം മോണിറ്ററെല്ലാം മിക്കവാറും പ്രസ് ടൈപ്പ് ലോക്ക് ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 4 വശവും ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പതുക്കെ ഇതുപോലെ അകത്തി കൊടുക്കുക. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ ശരീരത്ത് എവിടെയും മുട്ടരുത്, മുറിവുണ്ടാവും. കൂടാതെ യാതൊരുവിധ ഡാമേജും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്ക് ഊരി മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ LED-യും സ്വിച്ചും പിടിപ്പിച്ചിരിക്കുന്ന പാനലുണ്ടാവും. അതിനെ സൂക്ഷിച്ച് ഇളക്കണം. ഇനി ഇതിൻ്റെ സ്റ്റാൻഡ് ഇളക്കാം. അതിനായിട്ട് ഇതിന് ഉള്ളിൽ 3 സ്ക്രൂ ഉണ്ടാവും. അത് അഴിച്ചെടുക്കണം. ഈ സ്റ്റാൻഡിനെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഇരിക്കുന്ന ചെറിയ ഒരു കറുത്ത ഒരു ക്യാപ്പുണ്ട്. അതിനെങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അതിനുശേഷം ഇവിടെ പിടിപ്പിച്ചിരിക്കുന്ന ഈ 4 സ്ക്രൂവും അഴിച്ചാൽ മാത്രമേ നമുക്ക് ബാക്ക് കവർ ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ. വളരെ ശ്രദ്ധിച്ച് ഈ 4 സ്ക്രൂ അഴിച്ച് അതിൻ്റെ ആ ക്ലാമ്പ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് കവർ ഊരിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഒരു വശത്തായിട്ട് 4 കണക്ഷൻ കാണും. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് പിടിപ്പിക്കുന്ന സമയത്ത് ഇത് എവിടെയായിരുന്നു എന്ന് സംശയം വരാം. എന്തുകൊണ്ടെന്നാൽ ഈ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് കണക്റ്റിൽ വേണമെങ്കിലും കയറുന്ന മാതിരിയിലാണ് ഇരിക്കുന്നത്. ഇത് ഡിസ്പ്ലേയിലോട്ട് പോകുന്ന ഹൈ വോൾട്ടേജ് വയറുകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് LCD ടൈപ്പിൽ ഡിസ്പ്ലേ ആണ്. അതിനുശേഷം മോണിറ്ററിലേക്ക് പോകുന്ന ഈ റിബൺ വയർ വളരെ സാവകാശം ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കണം. അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ പുറത്തുള്ള ആ കവറ്, അതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചെടുക്കാം. ഇവിടെ എർത്തിങ്ങിന് വേണ്ടി പല റിബൺ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതൊന്നും നശിപ്പിക്കാതെ അതിനെ സാവകാശം അഴിച്ച് എടുക്കുക. ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ മോണിറ്ററിൻ്റെ ഡിസ്പ്ലേ ഉള്ള ഭാഗം എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. എവിടെയെങ്കിലും തട്ടിയാൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ PCB അതിൻ്റെ ബോർഡിലേക്ക് വളരെ ശ്രദ്ധിച്ച് എല്ലാ വശവും വീക്ഷിക്കുക. ഇത് എവിടെയും ഒരു സ്പാർക്ക് വന്നതോ ബേണിങ് വന്നിട്ടുള്ളതോ ഏതെങ്കിലും ഭാഗങ്ങൾ കത്തിപ്പോയിട്ടുള്ളതോ ഒക്കെ നോക്കിയെടുക്കുക. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതിനകത്ത് കപ്പാസിറ്റർ ചിലപ്പോൾ ഫുള്ളി ചാർജായി ഇരിക്കാൻ സാധ്യതയുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഒരു SP10100 എന്നുള്ള സ്കോട്ട് കീ ഡയോഡ് ഷോർട്ട് ആയിട്ട് ഇരിക്കുന്നത് കണ്ടു. അത് ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് മിഡിൽ ലെഗിൽ പിടിച്ചിട്ട് മറ്റ് 2 പിന്നും മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബിൽ വെച്ച് തൊട്ട് നോക്കി. ഇതിനുള്ളിൽ 2 ഡയോഡാണ് ഉള്ളത്. ഈ ഡയോഡിൻ്റെ ഒരു ഭാഗത്ത് ഡയോഡ് ഷോർട്ടായിരുന്നു. അതിനെ മാറ്റി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വോൾട്ടേജ് നമുക്ക് കണ്ടു തുടങ്ങി. 5 വോൾട്ടും 12 വോൾട്ട് എന്ന 2 പവർ സപ്ലൈ ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് പവർ അപ്പ് ചെയ്ത് നോക്കാം. ഇത്തരം പവർ അപ്പ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. എപ്പോഴും ഒരു സീരിയൽ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് മാത്രമേ ഇത് പവർ അപ്പ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ പവർ LED ക്ലോസ് ചെയ്തു. സംഗതി എൻ്റെ ഡിസ്പ്ലേ എല്ലാം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡിസ്പ്ലേ വർക്ക് ചെയ്തു. ഇനി കുറേ നേരം ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാം. അതിന് ശേഷമേ ഇതിൻ്റെ കവറിലേക്ക് പിടിപ്പിക്കാവൂ. കവറിൽ പിടിപ്പിച്ചതിന് ശേഷവും എല്ലാ സ്ക്രൂ എല്ലാം വയ്ക്കുന്നതിന് മുമ്പേ തന്നെ കുറേ നേരം കൂടി ഓണാക്കിയിട്ട് അതിൻ്റെ ടെസ്റ്റിങ് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം സ്ക്രൂ എല്ലാം വെച്ച് അടയ്ക്കാം. അടച്ചു കഴിഞ്ഞ് നമുക്ക് നേരെ വയ്ക്കാം. എന്നിട്ട് പവർ അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ബൈ.